ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നാൻ കാരണമാകുന്ന നിങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്താണ്? നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കൂടെയുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർക്കോ നിങ്ങളുടെ ഏത് കഴിവിനോടാണ് അവരുടെ ഉള്ളിൽ അസൂയയുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രതയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും അബൻഡൻസും ഒക്കെയുള്ളൊരു വ്യക്തി, സ്വയം പര്യാപ്തത, നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ സമ്പാദിക്കുന്ന ആഡംബരങ്ങൾ, നിങ്ങൾ സ്വന്തമാക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ നിങ്ങളുടെ ആന്തരികമായ സുസ്ഥിരതയും സമാധാനവുമാണ് മറ്റുള്ളവർ നിങ്ങളെ കണ്ട് അസൂയപ്പെടാനുള്ളൊരു കാരണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ്സാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പണത്തേക്കാൾ ഉപരി അവർ കരുതുന്നത് നിങ്ങളെങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി നിങ്ങൾക്കിരിക്കാൻ സാധിക്കുന്നത് എന്ന ചിന്തയാണ് പലർക്കുമുള്ളത്. ഇത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പോലും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം പൈസയുള്ളതും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുന്നതും, അതായത് നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അതുകൊണ്ട് അവർക്ക് അസൂയ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സമൃദ്ധി അത് നിങ്ങൾ അർഹിച്ച് നേടിയതാണ്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അത് നിങ്ങൾക്ക് മാത്രം അറിയാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത ജോലികൾ അത് എത്രമാത്രമെന്ന് പലർക്കും അറിയില്ല. അത്രയും കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ട് വന്ന ജീവിത സാഹചര്യമാണ് നിങ്ങൾക്കിന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ അബൻഡൻസിലേക്ക് വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അത്രയും വലിയൊരു മാറ്റം വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ നിങ്ങൾ അത്രയും സന്തോഷത്തോടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല എന്ന് ഒരു ചിന്ത അവരിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് സ്വന്തമാക്കിയതെല്ലാം അത് നിങ്ങൾ അർഹിക്കുന്നതാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള ഫലമാണ് അത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ സന്തോഷം ഒളിച്ചു വെക്കേണ്ടതില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല, നിങ്ങളിപ്പോൾ നല്ലൊരു ഡ്രസ്സ് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നല്ലൊരു വണ്ടി വാങ്ങുന്നതാവാം. അങ്ങനെ നിങ്ങൾക്ക് നല്ലതെന്ത് വന്നു ചേർന്നാലും അത് അവരിൽ അസൂയ ഉണ്ടാക്കുമെന്നുള്ളതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമാക്കുന്ന ഏതൊരു കാര്യമാണെങ്കിൽ പോലും, അത് ഡ്രസ്സായിക്കോട്ടെ, നല്ലൊരു ബാഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെരുപ്പാകാം, അങ്ങനെ എന്താണെങ്കിലും പുതിയ എന്ത് സാധനങ്ങളും നിങ്ങൾ വാങ്ങിയാലും അത് അവരിൽ കൂടുതൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവാം, നിങ്ങളൊരു നല്ല ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ അത് നിങ്ങൾ പറയുമ്പോൾ, അത് പുറത്ത് പറയുമ്പോൾ ചിലരുടെ മുഖം വാടുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അതായത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ അവരിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അത് അവർക്ക് കൂടുതൽ നിങ്ങളോട് അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
പിന്നെ ഇവിടെ ചാരിയറ്റാണ്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ താഴെയിടാനായിട്ട് ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടാകാം. അത്തരത്തിൽ മോശമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതെല്ലാം മറികടന്ന് മുന്നോട്ടു പോകാൻ മാത്രം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുള്ളതാണ്. അതായത് ജീവിതത്തിൽ എന്തു പ്രതിസന്ധി വന്നാലും അല്ലെങ്കിൽ നിങ്ങൾ എത്ര താഴേക്ക് വീണാലും അവിടെ നിന്നും തിരികെ വരാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അപ്പോൾ ഇത് അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല. കാരണം എത്ര പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ആ ഒരു ഇച്ഛാശക്തി, ആ ഒരു വിൽ പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കഠിനാധ്വാനത്തിലൂടെ മികച്ച വിജയം നേടാൻ കഴിവുള്ളവരാണ് എന്ന ചിന്ത അവർക്കുണ്ട്. അതിനാൽ തന്നെ എത്ര കഠിനമായ കാര്യങ്ങളും ഈസിയായി നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നത് അവരെ നിരാശപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു നിയന്ത്രണം അത് നിങ്ങൾ മറ്റാർക്കും കൊടുക്കുന്നില്ല. അത് നിങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാണ് എന്നൊരു ചിന്ത അവർക്കുണ്ട്. നിങ്ങളെ ഒരു തരത്തിലും തളർത്താൻ പറ്റില്ല എന്നൊരു ചിന്തയും അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അതിനുള്ളൊരു കാരണം നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുകളെയും ഒക്കെ നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് അവരിൽ കൂടുതൽ അസൂയ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഒരു കഴിവാണ്. അപ്പോൾ നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കാൻ ആർക്കും പറ്റില്ല. അങ്ങനെ ഒരു തന്ത്രവും നിങ്ങളുടെ അടുത്ത് ചിലവാകില്ല എന്നവർക്കറിയാം. മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് പോലും നിയന്ത്രിക്കാനും ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് കൂടെയുള്ളവർ അനുസരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലായാലും നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളിലാണെങ്കിൽ പോലും അവിടെയൊക്കെ നിങ്ങൾ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ, നിങ്ങളുടെ ആ ഒരു കാര്യക്ഷമത, ഇതെല്ലാം നിങ്ങളുടെ ശത്രുക്കളിൽ കൂടുതൽ അസൂയ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഒരു കഴിവാണ്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷം എവിടെ നിന്നോ ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്താറുണ്ട്. നിങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധി വന്ന് ഒരുപക്ഷെ നിങ്ങൾ തളർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. മറ്റുള്ളവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത ചില അംഗീകാരങ്ങളോ അല്ലെങ്കിൽ നന്മകളോ നിങ്ങളെ വളരെ എളുപ്പത്തിൽ തേടി വരുന്നു എന്ന് കാണുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് അത് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ നിങ്ങളുടെ കഠിനാധ്വാനത്തെ കാണാതെ അതിനെ വെറും ഭാഗ്യമെന്ന് വിളിച്ച് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തെ കുറച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നൊരു രീതിയാണ് തീർച്ചയായിട്ടും അവർക്കുള്ളത്. അപ്പോൾ നിങ്ങൾ സന്തോഷമുള്ള യാത്രകൾ ചെയ്യുന്നത് അതൊക്കെ അവർക്ക് കൂടുതൽ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു 5 ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ അതായത് കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് നടക്കാതെ പോയതിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രിയപ്പെട്ട പലതും നഷ്ടമായിട്ടും, ചിലപ്പോൾ അത് ജോലിയാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം, സാമ്പത്തികമാകാം, അങ്ങനെ എന്ത് തന്നെ ആയാലും അവിടെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ക്ഷമ, അവിടെ നിങ്ങൾ തളർന്നു പോയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു കഴിവിനെ അവർ അസൂയയോടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ഈ അസാധാരണമായ ശാന്തത നിങ്ങളുടെ ശത്രുക്കളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു നിരാശയാണ് അവർക്ക് നിങ്ങളോട് കൂടുതൽ അസൂയ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് നഷ്ടമായതിലും ഏറ്റവും മികച്ചത് തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരും. അപ്പോൾ അതിൻ്റെ സൂചനയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനോടകം എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വലിയ അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്തു തീർക്കാനുള്ള ആ ഒരു ചുറുചുറുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിലുള്ള പ്രത്യേക ധൈര്യം, അതാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അത് തീർച്ചയായിട്ടും അവരിൽ അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്. നിങ്ങളെവിടെ പോയാലും ആളുകളുടെ ശ്രദ്ധ ലഭിക്കുന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനും റിസ്കുകൾ എടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ധൈര്യം, അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്.
അവർ നിങ്ങളെ കുറ്റം പറയാൻ നോക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ ആത്മവിശ്വാസമുള്ള ഒരു പുഞ്ചിരി അതവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ നിങ്ങളെ എത്ര പ്രകോപിപ്പിക്കാൻ നോക്കിയാലും നിങ്ങൾ കൂളായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളുടെ പ്രത്യേകത. നിങ്ങളുടെ ഈ എനർജിയോടും ആറ്റിറ്റ്യൂഡിനോടും അവർക്ക് കടുത്ത അസൂയയാണ് ഉള്ളതെന്നാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ വളരെ പെട്ടെന്ന് ജോലികൾ ചെയ്യുന്നത്, എല്ലാ കാര്യവും വളരെ ശ്രദ്ധയോടെ ചെയ്തു തീർക്കുന്നത്, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നിങ്ങൾ നല്ല ഫോക്കസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും പെട്ടെന്നൊന്നും ആർക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചിന്ത നിങ്ങളുടെ ശത്രുക്കളെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ് അത് ചുറ്റുമുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതായത് വളരെ പെട്ടെന്ന് പുതിയ ആശയങ്ങൾ, അതിശയിപ്പിക്കുന്ന അഭിപ്രായങ്ങളും അതൊക്കെ അവരെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. അത് മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ വേറിട്ട് നിർത്തുന്ന ഒന്നാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കൃത്യത ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അറിയാം. നിങ്ങളുടെ ഈ സ്ഥിരതയും ലക്ഷ്യബോധവും അവരിൽ കടുത്ത അസൂയ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റുള്ളവർ സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സ്പീഡിൽ ചെയ്ത് തീർക്കുന്നത് അവരിൽ അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു കാര്യത്തിലും മടി കാണിക്കാറില്ല. എല്ലാം നിങ്ങൾ ചുറുചുറുക്കോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് നിങ്ങൾ എത്ര പ്രായമായ ഒരാളാണെങ്കിൽ പോലും നിങ്ങളിലുള്ള ആ ഒരു യങ് എനർജി അത് മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഒരു കഴിവാണ്. നിങ്ങൾ ഒന്നിൽ നിന്നും ഒളിച്ചോടി പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ എന്ത് റിസ്ക് പിടിച്ച കാര്യങ്ങൾ വന്നാൽ പോലും അത് നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കുന്നത് അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ഒരു വീഴ്ചയിൽ തളർന്ന് അവിടെ തന്നെ കിടക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ്. നിങ്ങൾ ഭയങ്കര എനർജറ്റിക് എന്നാണ് മറ്റുള്ളവർ വിചാരിക്കുന്നത്. അപ്പോൾ അത് മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും അവിടുന്ന് ക്വിക്കായിട്ട് എണീറ്റ് ഓടാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടായാലും കുറച്ച് നാൾ നിങ്ങളങ്ങനെ നിരാശയിൽ ഇരിക്കുമായിരിക്കാം. പക്ഷേ വീണ്ടും അതിൽ നിന്നും വേറൊരു നന്മയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് അടുത്ത് വരുന്നത് വളരെ പോസിറ്റീവായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് അവരെ കൂടുതൽ നിരാശരാക്കുന്നത്. മാത്രമല്ല, നമുക്കിവിടെ ഒരു ഹെർമിറ്റ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു സ്പിരിച്വൽ കണക്ഷനുള്ള ആൾക്കാരാണ് നിങ്ങൾ, ഇൻഡ്യൂഷനുള്ള ആൾക്കാരാണ്. മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പ്രായക്കൂടുതലുള്ള ആൾക്കാർ പോലും നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ അഡ്വൈസ് എടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ശരിക്കും തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾ ശരിക്കും ശരിയുടെ ഭാഗത്ത് നിൽക്കുമായിരിക്കാം. നിങ്ങളുടെ മിസ്റ്റേക്സ് അത് നിങ്ങൾ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യും. ഇതൊക്കെ മറ്റുള്ളവരെ ശരിക്കും അസൂയപ്പെടുത്തുന്ന നിങ്ങളുടെ കഴിവുകളാണ്. അതായത് എങ്ങനെ പറ്റുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിങ്ങൾക്കെതിരെ ആരെന്തു ചെയ്താലും അത് നിങ്ങളെ ബാധിക്കില്ല എന്നൊരു ചിന്ത തീർച്ചയായിട്ടും അവർക്കുണ്ട്. അതായത് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ മാത്രം പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കാം. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കാനും സിൻസിയർ എഫേർട്ട് ഇടാനും നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഏതു മേഖലയിലും നിങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ഒരുപക്ഷെ ചിന്തിക്കാൻ പറ്റുന്നതാവാം.
അതിന് നിങ്ങൾ തയ്യാറാവുന്നതാവാം. ആൾക്കൂട്ടത്തിൽ നിന്നും മാറി സ്വന്തം ആത്മാവിലേക്ക് നോക്കാനും സ്വയം വിലയിരുത്താനും അല്ലെങ്കിൽ ആത്മീയമായ അറിവ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരെ നിങ്ങൾ ഇവിടെ അനുകരിക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം അത് തീർച്ചയായിട്ടും സ്വയം മനസ്സിലാക്കിയെടുക്കുവാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും അറിയാം നിങ്ങളുടെ ആ ഒരു കഴിവ്. നിങ്ങളുടെ ഈ ഒരു ശാന്തത അല്ലെങ്കിൽ ക്ഷമയോടെ കാര്യങ്ങളെ നേരിടുന്നത്, അതല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അത് അവരിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സും അതുപോലെ നമുക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് പേജ് ഓഫ് കപ്സും ഒക്കെയാണ്. ശരിക്കും ആകർഷണീയതയുണ്ട്. നിങ്ങളെ എല്ലാവരും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവാം, ബഹുമാനിക്കുന്നുണ്ടാവാം. മനസ്സിലെങ്കിലും ഒരുപാട് ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പുറത്ത് പറയാതെ നിങ്ങളെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. ഇതൊക്കെ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളുടെ ശത്രുക്കൾക്ക് അറിയാമായിരിക്കാം അത്. നിങ്ങളുടെ ഫാമിലി പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലി വളരെ സന്തോഷത്തിലായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട് എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും നിങ്ങൾ സന്തോഷത്തിലായിരിക്കാം മറ്റുള്ളവർ പുറമേ നിന്ന് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളത് പുറത്ത് കാണിക്കുന്നുമില്ലായിരിക്കാം. അതുകൊണ്ടുമായിരിക്കാം അവർക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നതിലും കൂടുതൽ സ്ഥാനവും, അതായത് നിങ്ങളുടെ ശത്രുക്കൾക്ക് മറ്റുള്ളവർ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ കൊടുക്കുന്നതിലും കൂടുതൽ സ്ഥാനവും സ്നേഹവും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. അത് അവരെ വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. ചിലപ്പോൾ അവരോട് പറയാത്ത ചില രഹസ്യങ്ങൾ പോലും നിങ്ങളോട് മാത്രമായിട്ട് പറയുമായിരിക്കാം. നിങ്ങളോട് മാത്രമായിട്ട് പലതും ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുവാൻ കൊള്ളാവുന്ന ആളാണെന്നും ഒക്കെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് അവരിൽ അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുമായി സഹകരിക്കില്ല, അല്ലെങ്കിൽ ഏത് നേരവും മുറിക്കകത്ത് ഒറ്റയ്ക്കിരിക്കുന്നു, അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകാൻ ഭയമുള്ള വ്യക്തിയാണ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങളെപ്പറ്റി ചിന്തിച്ച് കൂട്ടുന്നുണ്ടാകാം അവർ, അല്ലെങ്കിൽ അവർ അത് പറഞ്ഞു പരത്തുന്നുണ്ടാവാം. പക്ഷേ എന്തായാലും നിങ്ങൾക്കുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള അറിവുകൾ, അതായത് അവർക്കറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്കറിയാമായിരിക്കാം. നിങ്ങൾക്കുള്ള ഈ ആത്മീയമായ പക്വതയോട് അത് അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ വന്ന് അഭിനയിക്കുമ്പോൾ അവരുടെ ഉള്ളിലെ കപടത അത് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ക്രിയേറ്റീവ് പ്രോജക്റ്റിലേക്ക് ഇറങ്ങാനുമുള്ള നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾ പ്രായം എത്ര ആയാലും നിങ്ങളുടെ ഉള്ളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, അതുപോലെ പല കാര്യങ്ങളിലും ഒരേ സമയം നിങ്ങൾ താല്പര്യം കാണിക്കുകയും ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാനുമുള്ള നിങ്ങളുടെ ആ ഒരു എനർജി അത് മറ്റുള്ളവർക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒന്നാണ്. അതായത് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വിജയം നിങ്ങൾ ഉണ്ടാക്കുന്നതും അവർക്ക് അത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അവരെ അത് കൂടുതൽ അസൂയപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ അറിയാൻ ഒക്കെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള എനർജി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പോലും ചിന്തിക്കുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ആവേശം കിട്ടുന്നത്, അതൊക്കെ അവർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഏതൊരു കാര്യത്തെ പറ്റിയും ആഴത്തിൽ അറിയാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു ചുറുചുറുക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് കാര്യമാണെങ്കിൽ പോലും അതൊക്കെ വിജയത്തിലെത്തിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത അവരെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കരകയറി വന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരുപാട് കാശുണ്ടാക്കിയ ആൾക്കാരായിരിക്കാം. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്കത് ഓർമ്മകൾ മാത്രമായിരിക്കാം. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒരുപാട് കാശുകാരായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അതൊന്നും ആർക്കും കൊടുക്കാതെ നിങ്ങളിങ്ങനെ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നിനും ഒരു കുറവില്ല, അല്ലെങ്കിൽ ഒരു കുറവും ഇനിയും വരില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് എന്നാണ് അവർ കരുതുന്നത്. നിങ്ങളത് ആരെയും കാണിക്കാതെ ഇങ്ങനെ അടക്കി പിടിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നൊരു ആശങ്കയെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഭയമാണ്. അല്ലെങ്കിൽ അവരെക്കാട്ടിലും ഉയർന്നു പോയോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പൈസ നിങ്ങൾ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കി നിങ്ങൾ വെച്ചിരിക്കുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പൈസ കുറവാണെങ്കിൽ പോലും മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, മറ്റുള്ളവർക്ക് പോലും കൊടുക്കാതെ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ അത് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ടാവാം, പക്ഷേ അവർ നോക്കുമ്പോൾ നിങ്ങളുടെ അത്യാവശ്യങ്ങൾ ചിലപ്പോൾ അവർക്കത് അത്യാവശ്യമായി തോന്നുകയില്ല, ആഡംബരമായിട്ട് തോന്നാം. നിങ്ങളൊരു ചെറിയ പൈസയാണ് ചിലവാക്കുന്നെങ്കിൽ പോലും അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ പൈസ ഇട്ട് പെരുമാറുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അവർക്ക് നിങ്ങളോട് അസൂയ ഉള്ളത് കൊണ്ടായിരിക്കാം അവരെങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരോട് സ്നേഹവും കരുണയും എല്ലാമുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിൽ എത്തിക്കുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ടാകാം. നിങ്ങളുടെ സ്നേഹത്തോടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു രീതി, അതൊക്കെ മറ്റുള്ളവർക്ക് നിങ്ങളോട് കൂടുതൽ അടുക്കാൻ സഹായകരമാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ശത്രുക്കളെ കൂടുതൽ അസൂയപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫുൾ കാർഡുമുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന പുതിയ തുടക്കങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ യാത്രകൾ ചെയ്യുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിക്കുന്നു എന്ന് കണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യുന്നു എന്ന് അവർക്കൊരു തോന്നലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്ത് നല്ലത് വന്നു ചേർന്നാലും, എന്ത് പുതിയ തുടക്കങ്ങൾ വന്നു ചേർന്നാലും, ഇതൊക്കെ അവരെ കൂടുതൽ ഒരു വിഷമിപ്പിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് പറയാം. അപ്പോൾ കാര്യങ്ങളെ വളരെ ലളിതമായി കാണാനും മുൻവിധികളില്ലാതെ പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനെ അവർ അസൂയയോടെയാണ് കാണുന്നത്. നിങ്ങൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്, അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തോടെ പോകുന്നതും അവരിലൊരു നിരാശയുണ്ടാക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വന്നാൽ അതെല്ലാം നിങ്ങൾ മറികടന്ന് പുതിയ പ്രതീക്ഷയിലേക്ക് നടന്നെടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ട്. അതായത് നമുക്കിവിടെ 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് സ്വന്തമാക്കാൻ എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണ്. അത് അവരെ കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ടത് എങ്ങനെയെന്നും ഒക്കെ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങളെല്ലാത്തിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്താണ് നിൽക്കുന്നത്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ എത്ര തളർത്താൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന കാര്യങ്ങൾ
നഷ്ടപ്പെടുത്താൻ അവർ ശ്രമിച്ചാൽ പോലും നിങ്ങൾ അവരുടെ ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുത്തും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഴിവ് അതവരെ തീർച്ചയായിട്ടും കൂടുതൽ അസൂയപ്പെടുത്തുന്ന ഒന്നാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്നൊരു ചിന്ത തീർച്ചയായിട്ടും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും എന്ന ചിന്തയും അവരിലുണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ ശത്രുക്കളെ കൂടുതൽ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.